ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം കഴുകുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ട് വേണം കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് കുറ്റിപ്പുറം വരെ പോകാനുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറ്റിപ്പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ മൂത്ത നാത്തൂനാണ്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബാങ്കിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്, പിന്നെ അക്ഷയയിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID സുഹറ മറിയം തന്നെയാണ്. പിന്നെ ഫാത്തിമ സുഹറ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും കിട്ടും. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും എനിക്കും അറിയില്ലായിരുന്നു ഈ ലോങ് വീഡിയോ എങ്ങനെ ചെയ്യലെന്നൊക്കെ. ഞാൻ ഫസ്റ്റിൽ വീഡിയോ ഇട്ടത് ഷോർട്ടായിട്ടാണ്. 3 വീഡിയോ ഷോർട്ടിൽ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നീട് യൂട്യൂബിൽ ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ ക്രിസ്റ്റൽ ബൈ സാറ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ അതിൽ അവർ പറഞ്ഞു തരുന്നുണ്ട് കറക്റ്റായിട്ട് എങ്ങനെ ഒരു ഫോണിൽ തന്നെ ഷോർട്ടും പിന്നെ ലോങ്ങും വീഡിയോ ചെയ്യാന്നുള്ളത്. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ തുടങ്ങിയതല്ല യൂട്യൂബ് ചാനൽ. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഞാനും എൻ്റെ ആങ്ങളുടെ മോളും കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ ചെയ്തിരുന്നത് മുഴുവൻ മറ്റുള്ളവരുടെ ചാനൽ എടുത്തിട്ട് അവളുടെ ചാനലിൽ ഇടലിലായിരുന്നു. അപ്പോൾ എപ്പോഴും കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്ന കണ്ടൻറ് തന്നെയാണല്ലോ ഞാൻ ഇടുന്നത്, അത് കാരണം. പക്ഷേ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുമായിരുന്നു. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് റെഡ്മി 9 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ ക്യാമറ അധികം ക്ലിയർ ഒന്നും ഇല്ലാത്ത ഒരു ഫോണായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ആങ്ങള അത് ഒരു ദിവസം പിന്നെ ഫാക്ടറി ഫോൾട്ടോ അങ്ങനെന്തോ പറഞ്ഞിട്ട് ഒരു സംഭവം അടിച്ച്, അതിനാൽ എൻ്റെ പിന്നെ ഗൂഗിൾ അക്കൗണ്ടും എല്ലാം പോയി. അതിനാൽ യൂട്യൂബ് ചാനലും പോയി. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി ഞാൻ, പക്ഷേ അത് കിട്ടിയില്ല. അങ്ങനെ പിന്നെ രണ്ടാമത് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് പക്ഷേ ഞാനിതുപോലെ പാട്ടിടും, ഷോർട്ടായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഷോർട്ടിൽ ഞാൻ പാട്ടിട്ട് കൊടുക്കും. അപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചിട്ട് അതും പോയി. പിന്നീട് ഇപ്പോൾ പുതിയൊരു ഫോണ് മേടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വ്യൂസൊക്കെ കുറവാണ്, സബ്സ്ക്രൈബൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ ആ ഒരു സ്റ്റാൻഡ് കഴുകുന്നവരുണ്ടോ, സ്ഥിരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അത് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഷോർട്ട് ടോപ്പും ഒരു ലൂസ് ഫിറ്റ് പാൻറ്റും ഷോളും കൂടിയാണ് ഇടുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും കണ്ണാടിൻ്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു ചെറിയൊരു പട്ടി ഷോ എന്നൊക്കെ പറയുന്ന പോലെ നടത്തിക്കൊണ്ടിരിക്കുമല്ലോ. അതുപോലെ ഞാനും ഒരു ഷോ ഒക്കെ നടത്തി. അപ്പോഴേക്കും വീട്ടിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ത്രൂ ഔട്ട് നേരിട്ടിട്ട് കുറ്റിപ്പുറത്തേക്ക് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ബസ്സൊന്നും കയറി ഇറങ്ങുന്നില്ല. അപ്പോൾ അത് നമ്മൾ കുറ്റിപ്പുറം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരിട്ട് ആദ്യം ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാടിന് വേണ്ടിയിട്ട് പോകുന്നില്ല കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടായി പോയിക്കണോ എന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഓപ്പൺ ആക്കി ശരിയാക്കിയപ്പോഴേക്കും ഒരുപാട് സമയമായി. അതിന് ശേഷം ഞങ്ങൾ അക്ഷയയിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ അക്ഷയത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ നാഷണൽ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരു പാർസൽ ബിരിയാണി മേടിച്ചു. കാരണം ഏടത്തിന് മോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിന് വന്നതിൻ്റെ ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരിട്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതാ അവർക്ക് ബിരിയാണി രണ്ടാളും ഉമ്മയും മോനും കൂടി കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിച്ച ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. കുറച്ച് മുമ്പ് ഞാൻ 2 പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഒരു പിജിയോണിൻ്റെ സ്റ്റൗവാണ്, ഗ്യാസ് സ്റ്റൗവ്. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. 1900 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ അതിൻ്റെ വില. എന്തായാലും നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. പൈസയും കുറവാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ISI മുദ്രയൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ മീഷോന്ന് മേടിച്ച ഒരു സ്റ്റാൻഡ് കാണിച്ചു തരാം കേട്ടോ. ഒരു കുപ്പി ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ കമ്പികളാണ്. അത് കാരണം സ്റ്റീലിൻ്റെ മാത്രം വെക്കുമ്പോൾ അത് മറിഞ്ഞ് വീഴുന്നുണ്ട്. ഈ കുപ്പി ഗ്ലാസ്സിന് കുറച്ചും കൂടി കനം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അത് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും 150 രൂപയേ ഉള്ളൂ. അപ്പോൾ നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.